ഹലോ ഗായ്സ്, നല്ല അടിപൊളി കുറച്ച് ബൊഗൈൻവില്ലിൻ്റെ ഒരു പോട്ടിങ്ങും എല്ലാം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാനെങ്ങനെ റിപ്പോർട്ട് ചെയ്യൽ കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് കാണിച്ചത് ചെറിയൊരു വീഡിയോ എടുത്തതാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്ലവറിങ് ഉണ്ട്. പക്ഷേ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെതാണ്. നമ്മളടുത്ത് ഇത്രയും വലുപ്പമുള്ളതൊന്നുമില്ല. നമ്മൾ കുഞ്ഞിതായിട്ട് ഇപ്പോൾ നട്ട് തുടങ്ങണമല്ലേ ഉള്ളൂ. നമ്മളിവിടെ വെയിലായതുകൊണ്ട് നമ്മൾ അഗ്ലോണിമ കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യുന്ന. അപ്പോൾ അതൊക്കെ പതിയെ പതിയെ ഒഴിവാക്കി നമ്മുടെ ചുറ്റുപാടുള്ള ഓരോരുത്തർക്കൊക്കെ അഗ്ലോണിമകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് ഇത് നട്ട് വെക്കണ വീഡിയോ എടുത്തിരുന്നല്ലോ. ഇതിലിപ്പോൾ ഏകദേശം 3-4 വിത്ത് മുളച്ചിട്ടുണ്ട്. ഞാൻ അപ്പോൾ പഴയ വീഡിയോ കുറച്ചൊന്ന് കാണിച്ചിട്ട് നമ്മളൊരു 5-6 ദിവസത്തെ വീഡിയോ ഒന്നാക്കി ഇട്ടതാണെന്നുള്ളൂ. ഇതിൻ്റെ ഒരു മുമ്പൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് റീപ്പോർട്ടിങ്ങും ഈ ചെടിയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വിചാരിച്ചാണ്. ഇതെല്ലാം ഫ്ലവർ ഉള്ളത്. ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ കട്ടിങ്സ് വെച്ചതായതുകൊണ്ടാണ്. അങ്ങനെ കുറച്ച് തൈകളൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റാക്കാം എന്ന് കരുതി. ഇത് കണ്ടില്ലേ, ഇതിനിപ്പോൾ നമ്മൾ ഇത് ചെയ്താണ്, ഇത് ഗ്രാഫ്റ്റ് ചെയ്താണ്. അതിന് തൂമ്പ് വരുന്നത് കണ്ട, ചെറിയൊരു തൂമ്പാണ്. ഈ വീഡിയോ എടുത്തന്ന് ഇത് നമ്മൾ അതിൻ്റെ ഒരാഴ്ചൻ്റെ ശേഷം നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതൊക്കെ ഒന്ന് കാണാം. റീപ്പോർട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇതും നമ്മളൊരു ഗ്രാഫ്റ്റ് ചെയ്താണ്. അതിൻ്റെയും ഒരു വീഡിയോ നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും നമുക്ക് ഒരു അടീനിയത്തിൻ്റെ ഒരു വിത്തിൻ്റെ ഒരു ഇതൊന്നായിട്ട് തന്നതിന് അതിലേകദേശം 90ൻ്റെ അടുത്തായിട്ട് വിത്തുണ്ടായിരുന്നു. 90 മുളക്കണം എന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊരു പോട്ടിങ്സ് എന്ന് പറയാനൊന്നുമില്ല. അതിലൊന്നും വളമൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ കുറച്ച് എംസാൻഡും കുറച്ച് നമ്മളെ മുറ്റത്തും തൊടുവിലൊക്കെ ഉള്ള കുറച്ച് മണ്ണുകളൊക്കെ ഒന്നാണ്ട് വാരിയെടുത്തിട്ട് നല്ല തണുപ്പിച്ചെന്ന് ഉദ്ദേശിച്ച് വെള്ളം മറന്നതാണ്. അതൊക്കെ പടന്ന് ചെയ്ത് ഇതിക്കൊക്കെ ഒന്ന് വിത്ത് പാകാമെന്ന് കരുതിയിട്ടുണ്ട്. നമുക്കിതൊന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. നമ്മൾ മുമ്പ് വാങ്ങിയതാണ്. കുറച്ച് ഏകദേശം 2 ആഴ്ചയോളം ഇത് വാങ്ങി വെച്ചിട്ട് 2 ആഴ്ച ഒന്നും ആയിട്ടില്ല, ന്യൂ ഇയറിൻ്റെ അന്നാണ് ഇത് വാങ്ങിയത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണിത്. ഇതിൻ്റെ നമ്മളെ തണ്ട് തൊട്ടാലറിയാം ഹെൽത്തി ആണോ അല്ലേ എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഏകദേശം ഇതിൽ ഫുള്ള് ചകിരിച്ചോറും കാര്യങ്ങളാണ്. നമ്മളിത് മാറ്റണം അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഞാനിതിങ്ങനെ മാറ്റാൻ വേണ്ടി നല്ല പോട്ട് കുറച്ചും കൂടി ഒരു വലുതുണ്ടായപ്പോൾ അതിലേക്ക് മാറ്റാമെന്ന് കരുതിയതാണ്. ആദ്യം കരുതിയത് ആ റോസ് ഒരു ചെറിയൊരു പോട്ടുണ്ടല്ലോ അതിലേക്കായിരുന്നു. പക്ഷെ ഇതിനെക്കാട്ടി കുറച്ചും കൂടി വലുപ്പമുള്ള പോട്ടിലേക്ക് എല്ലാവരും അഭിപ്രായം മന്നിച്ച് നമ്മൾ മാറ്റിയതാണ്. നമ്മൾ ഈ ചകിരിച്ചോറും ഇതൊക്കെ മാറ്റിയപ്പോഴല്ലേ ഇതിലെന്തൊക്കെ ഒച്ചിൻ്റെ മുട്ട എന്തൊക്കെയൊക്കെ പല സാമഗ്രി ഉണ്ട്. പക്ഷെ നല്ല ഹെൽത്തിയാണ്. പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള കോഡക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് കാഡക്സ് എന്നാണ് പറയൽ. നമുക്കിതിനൊരു കോഡക്സ് എന്നാണ് എളുപ്പം പറയുന്നുള്ളൊരു ഇതിനാണ്. ഇതിൻ്റെ മേൽഭാഗത്തുള്ള നമ്മൾ വേരുകളൊക്കെ ഒന്നുണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന് പൊക്കി വെക്കാമെന്ന് കരുതിയിട്ടാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിൻ്റെ ഒരു കാഡക്സൊക്കെ ഉണ്ട്. നമ്മളിത് റീപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഏകദേശം ഒരു മന്ത് ഇതിൽ തന്നെ നിന്നുകൊണ്ട് ചീഞ്ഞ് പോവേണ്ടതായിരുന്നു. കാരണം അത്യാവശ്യം നല്ലതായിട്ടുണ്ട്. അങ്ങനെ ഫുൾ ക്ലീൻ ചെയ്ത് നമ്മളൊന്ന് വെയിലത്തിച്ചു ഒന്ന് ചെറുതായിട്ടൊന്ന് വെയിലത്തൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഉണക്കി വിട്ടതിൻ്റെ ശേഷം നല്ലതിൻ്റെ വേരൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മളടുത്ത് സാഫൊന്നുമില്ല. അതുകൊണ്ട് മഞ്ഞപ്പൊടി ഇട്ടാൽ മതിയെന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുത്തൊക്കെ സാഫിൻ്റെ പകരം നമ്മൾ മഞ്ഞപ്പൊടിയാണ് തേക്കണത്. സാഫൊന്നും നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനി അതൊക്കെ വാങ്ങണം. കാരണം ഇപ്പോൾ നമ്മൾ അടീനിയത്തുമലാകുമ്പോൾ സാഫും മസ്റ്റാണ്. കാരണം അത് വേഗം ചീഞ്ഞു പോണ റൈറ്റാണ്. ഇതിന് ഇലകളൊന്നും ഇല്ലാത്ത നോക്കണ്ട. ഇലകളൊന്നും വാങ്ങിയപ്പോഴും അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ 2-3 എണ്ണമായിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഈ തണുപ്പ് കാരണം അതും കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഫ്ലവറൊക്കെ വന്ന് പോയിട്ടുണ്ട്. അപ്പം ഇനി ഒന്നും ചെയ്യണില്ല. നമ്മളിതൊന്ന് നന്നാക്കി ഒന്ന് സെറ്റാക്കിയിട്ട് വേറൊരു നമ്മളൊരു പോട്ടിങ്സിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന് കുറച്ച് താഴത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാം വീഡിയോസിൽ. അപ്പോൾ അതുകൊണ്ട് പോട്ടിങ്സ് കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കണില്ല. അന്നെടുത്ത് അതേപോലത്തെ പോട്ടിങ്സും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഒന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ വളമൊന്നും അങ്ങനെ ചെയ്യണമൊന്നുമില്ല ഫ്ലവറിങ്ങിൻ്റെ ഇതൊന്നും. കാരണം ഇപ്പോൾ ഒന്ന് നല്ലത് പോട്ടിങ്സിൽ ഇതാക്കിയൊന്ന് വെക്കണമെന്ന് തന്നെ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടൊരു വെറൈറ്റി ആയിട്ടൊരു കോഡക്സാണ് ഇതിനുള്ളത്. അപ്പോൾ നമ്മളൊന്ന് സെറ്റാക്കി വെക്കാമെന്ന് കരുതി. നല്ലൊരു ഭംഗി, എനിക്ക് ഭയങ്കര എന്താണെന്നറിയില്ല, നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.
നമ്മൾ കുറച്ച് മണ്ണൊക്കെ ഇതിൽ ആദ്യം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പോട്ടിംഗ് മിക്സും കാര്യങ്ങളും അടിയിൽ കുറച്ച് കല്ല് വെച്ച് കണ്ടാണ്. എന്നാൽ നമ്മൾ വിചാരിച്ചിന് കുറച്ച് പൊക്കിയാണ്ട് ഏകദേശം ഒരു 2 ഇഞ്ചോളം ഉയർത്തി കണ്ടാണ് ഇനി മണ്ണിടേണ്ടത്. ആ ഗ്രീനായിട്ട് കാണുന്ന അവിടെ ആദ്യത്തെ മണ്ണിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഒന്ന് സെറ്റാക്കിയിട്ടൊന്ന് മണ്ണൊക്കെ ഇട്ടൊന്ന് ലെവലാക്കിയിട്ടുണ്ട്. ഇനി വെള്ളം കൂടി ഒഴിച്ചൊന്ന് സെറ്റാക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇനി ഒരു തണലുള്ള ഒരു ഏരിയയിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. ഇതിൻ്റെ ഫ്ലവർ കാണുമ്പോൾ ഇപ്പം നല്ലൊരു ഭംഗി. നമ്മളിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യൽ ചെടികൾ ബൊഗൈൻവില്ലയും അഡീനിയാക്കാനാണ് നമ്മളെ മെയിനായിട്ടുള്ള പരിപാടി. കാരണം നമ്മളവിടെ ഭയങ്കര വെയിലാണെന്ന് ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ. അത്രയായിരുന്നു ആദ്യം ഉണ്ടായിട്ട് അതിൻ്റെ അടിയൊക്കെ നമ്മൾ താത്തി വെച്ചതാണെന്നുള്ളൂ. കാരണം പ്രത്യേകിച്ച് വെള്ളം അടിക്കോ ഒലിക്കോളം വേണം. നമ്മൾ ചെറുതായിട്ട് നനവ് വന്നപ്പോഴേ നമ്മൾ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒന്ന് സെറ്റ് കഴിഞ്ഞ് നമ്മൾ നല്ല തണലുള്ള ഏരിയയ്ക്ക് നമ്മൾ മാറ്റാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ അത്ര തണലുള്ള ഏരിയ ഒന്നുമില്ല. നമ്മൾ കുറേ ഇതിലേക്കാണ് നമ്മൾ ആദ്യം നടാൻ കരുതിയത്. ഇതിലേക്ക് പിന്നെ എല്ലാവരും പറഞ്ഞു അതൊരു ചെറിയൊരു പോട്ടല്ലേ, ഇതാകുമ്പോൾ ഒന്നും കൂടി ഒരു ഭംഗിയായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. നമ്മളെ ചെടി നട്ട് വെക്കുമ്പോൾ നമ്മളെ ചുറ്റുപാട് ആൾക്കാരുണ്ട്. നമ്മൾ കാണാതെ പോയി നമ്മളെ ബൊഗൈൻവില്ലിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയതാണ്. ഒന്ന് നനച്ചെടുത്തപ്പോൾ ഇതിലൊക്കെ നേരത്തെ ഇതിലെ പോട്ടിംഗ് മിക്സ് ശരിയല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം നമ്മൾ ഫസ്റ്റ് ഒരു വിത്ത് പാകണത് ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അതിൽ ഒന്ന് നല്ല അടിപൊളിയായിട്ട് പൊന്തിയിട്ടുണ്ട്. അത്യാവശ്യം വൈകിട്ടായപ്പോൾ തന്നെ ഏകദേശം ഒരു 5-6 പൊന്തിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ അടീനിയത്തിൻ്റെ കുഞ്ഞ് തൈകളാണ്. ഇനി കുറച്ച് പാകിയിട്ടുണ്ട്, ഇനി മുളക്കാനുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ, പലതുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മൾ ഈ പോട്ടിങ്സൊക്കെ ഇപ്പം മാറ്റി നട്ടാറാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതിൻ്റെ ഇലകളൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അടുത്തല്ലത് ഇപ്പോൾ മാറ്റി നട്ടിട്ടുള്ളൂ, എന്നാലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ശ്രദ്ധിച്ചാൽ ഒരു 4 സ്റ്റെമ്മുകൾ വന്നിട്ടുണ്ട്. ഇതെങ്ങനെ വെച്ചാൽ നമ്മളിത് ഫസ്റ്റ് ആറ്റ് കിട്ടിയെന്ന് നമ്മളിങ്ങനെ ഒരു ബോട്ടിലാക്കിയാണ് നല്ല അകത്തിൻ്റെ ഒരു സൈഡിൽ വെച്ചിന്. അവനത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു തല കട്ട് ചെയ്തുകൊണ്ട് പോയത്. അപ്പോൾ അതിന് അത്രയും കമ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ പണിയിട്ട് തരുമോ, ചില ചെടികൾക്കൊക്കെ ഇപ്പോൾ ഒരു ആഴ്ച മുമ്പ് നമ്മളിങ്ങനെ വെറുതെ ഒന്ന് നുള്ളി നോക്കിയതാണ്. കമ്പ് പോലെ നമ്മൾ സ്റ്റെമ്മുകൾ കുറേ വരുമ്പോൾ നമുക്ക് അതിലൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യലാമെന്ന് കരുതി. അപ്പോൾ അതൊന്നുമില്ല, ഇപ്പോൾ ഇതിനിവിടെ ചെറിയൊരു വരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് നമ്മളിപ്പോൾ ബ്ലേഡ് എടുത്ത് കണ്ടപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലുപ്പത്തിൽ വന്നിട്ടില്ല. ഇതിൻ്റെ ഒരു ചെറിയൊരു തൂമ്പ് മാത്രം ഒന്ന് ബ്രൂൺ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. എല്ലാത്തിലൊന്നുമില്ല, ചിലതിന് മാത്രം. അതിലൊന്നും നമ്മൾ മഞ്ഞപ്പൊടിയാണ് ഇട്ട് വെക്കണത്. അങ്ങനെ നല്ല ഇനി സൈഡിൽ നിന്നൊക്കെ നല്ല കമ്പുകൾ വരുമ്പോൾ നല്ലൊരു കരലോ എന്ന് കരുതി. ഇതിൻ്റെ അടിയിലും ഒരു കുഞ്ഞ് തൈ ഉണ്ട് കേട്ടോ. എന്തൊക്കെ നമ്മൾ 2-3-4 നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലാണ് ഈ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട്. സാഫില്ലാത്തതുകൊണ്ടാണ്, സാഫാണ് മസ്റ്റ് ഇട്ട മഞ്ഞപ്പൊടി. ഞാൻ എന്താണെന്നറിയില്ല, നമുക്ക് പണിയാവുമോയെന്നൊന്നും അറിയില്ല. അങ്ങനെ അത്യാവശ്യം എല്ലാത്തിൻ്റെ ഒരു തൂമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കും എന്താവും എന്നുള്ളതൊന്നും വലിയ ഐഡിയ ഇല്ല. നമ്മൾ ഇതാക്കിയതൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കി വെച്ചതുകൊണ്ട് ഇതിന് വലിയ പ്രതീക്ഷ ഒന്നും എനിക്കില്ല. കാരണം അതിൻ്റെ തുമ്പൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട്. ഇതിനിവിടെ വരുന്നുണ്ട്. നമ്മൾ ഗ്രാഫ്റ്റിങ് മുമ്പത്ത് നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരാം. ഇത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വെറുതെ ഒന്ന് നഖം കൊണ്ടൊന്ന് കട്ട് ചെയ്ത് നോക്കിയതാണ്. അതിന് മഞ്ഞപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല, നമ്മൾ ജസ്റ്റ് പൊടിമണ്ണ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ടുന്നേ ഉള്ളായിരുന്നു. നല്ല നീര് വരുന്നുണ്ട്, കാരണം നല്ല ഹെൽത്തി ആയതുകൊണ്ടാണ് അത്ര നീരായിട്ട് വരുന്നതെന്ന്. നമ്മൾ അധികം വിത്തുകൾ ഓരോന്ന് അടീനിയത്തിൻ്റെ ബാക്കിലും 70-80 വിത്ത് ഉണ്ടായിന് ആ ഒരൊറ്റ പാക്ക് കൂടുതൽ. നമ്മൾ ആ പ്ലേറ്റിൽ ഇട്ടതിന് ശേഷം എല്ലാ ചെടീൻ്റെ ചുവട്ടിലും ഓരോന്ന് ഇട്ടിട്ടുണ്ട്. മുളക്കോ എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഉള്ളതൊന്നും അതല്ല കേട്ടോ. ഇപ്പോൾ ഉള്ളത് നമ്മൾ മുമ്പ് കാണിച്ചതിൻ്റെ ഒക്കെ ഒപ്പമുള്ളതാണ്, പക്ഷെ പലതും പല വലുപ്പങ്ങളാണ്. നമ്മൾ കണ്ടില്ല ഗ്രാഫ്റ്റ് ചെയ്തത് ഫസ്റ്റ് വീഡിയോൻ്റെ ഫസ്റ്റ് കാണിച്ചെന്നോ, അതങ്ങനെ തൂമ്പ് വരുന്നല്ലേ ഉള്ളൂ. ഇപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൂമ്പുകൾ പുറത്ത് വന്ന് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. ഗ്രാഫ്റ്റ് വിജയിച്ചെന്നുള്ളൊരു ചെറിയൊരു സമാധാനം. എന്താ പിടിച്ചല്ലോ, നമുക്ക് വലിയ പണിയൊന്നുമില്ലല്ലോ എന്നുള്ള അറിഞ്ഞുകൊണ്ട്. ഇതും നമ്മുടെ അയൽവാസിക്ക് നമ്മളതിൻ്റെ കൂടെയുള്ള വിത്ത് കൊടുത്താണ്. പക്ഷെ അവരത് കണ്ടില്ല, നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷെ കോഡക്സ് അങ്ങനെ ഇല്ല, നല്ല ഹൈറ്റ് ഉണ്ട് പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഉണ്ട്. എല്ലാതും കുറച്ച് നമ്മളൊരു 10-12 വിത്ത് കൊടുത്തിട്ടുണ്ട് അതിന്. നമ്മളിനി പുതിയത് പാകിയതാണ്, എന്താവുന്നൊന്നും അറിയില്ല. ഉണ്ടാവുമല്ലോ, ഏറ്റവും തണലുള്ള ഏരിയയിൽ കൊണ്ട് വെച്ചിട്ട്. ഇതൊരു നമ്മളെ ഫുഡൊക്കെ വിളമ്പണം അങ്ങനത്തെ ഒരു പ്ലേറ്റാണ്. അതിൽ നിന്നിട്ട് കമ്പി വെച്ച് കണ്ട് ഇഷ്ടിക വെച്ചതാണ്. അന്ന് കോഴി ചിക്കരുത് എന്ന് കരുതിയിട്ട്. ഇതിലുണ്ടാവും ഒരു അടീനിയം
ഒന്നല്ല രണ്ടും ഇപ്പോൾ വൈകിട്ടായപ്പോഴത്തേനും ഒരു 5 പോരെ മുളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. ഇനി അടുത്ത വീഡിയോ അതിൻ്റെ ആയിട്ട് വരുമ്പോൾ അപ്പോൾ കാണാം. അടിപൊളിയായി.